ജൂൺ 26 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ഈ ലഹരി വിരുദ്ധ ദിനങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കുന്നില്ല ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എവിടെ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത് അഡിക്റ്റീവിലേക്ക് പോകുന്നു എന്നുള്ളത്. ഒരിക്കലും ആ ഒരു അഡിക്റ്റീവിൽ നിന്ന് അവന് പുറത്തു കടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കണം. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് ഈ ഒരു ഡ്രഗ് അബ്യൂസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും ഈ ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒഴിവാക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നോ പറയാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ധാരാളം ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ മറ്റു പല കൊളീഗ്സിനെയും ആയിട്ടുള്ള ധാരാളം ആൾക്കാരെ കാണാൻ ഇടയുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ കാണും. സമൂഹത്തിൽ നമുക്ക് ധാരാളം ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ പുലർത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ നിന്ന് നോ പറയേണ്ട സിറ്റുവേഷൻ നോ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഡ്രഗ് അബ്യൂസിലേക്ക് നമ്മൾ എത്തിപ്പെടില്ല. അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ മൂലവും നമ്മൾ എന്താക്കുന്നുണ്ട്, ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് അവരെ കെയർ ചെയ്യുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സറൗണ്ടിങ്സ് അവർക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഡ്രഗ് അബ്യൂസിലേക്കോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കോ നമ്മൾ പോവില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തിനാണ് സാർ ഇതൊക്കെ പറയുന്നത്, ഈ ഒരു തമ്പ് കണ്ടു വന്ന ആൾക്കാർ എന്തിനാണ് ഡ്രഗ് അബ്യൂസിനെ പറ്റി കേൾക്കുന്നത്. ആക്ച്വലി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ് പറഞ്ഞു, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം സെൽമ ലാഗ്ലോഫിൻ്റെ ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സെൽമ ലാഗ്ലോഫ് നമ്മുടെ നെറേറ്റർ ആക്ച്വലി അവരുടെ നോബൽ പ്രൈസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കാൻ പോകുന്ന യാത്രയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അവർ ആക്ച്വലി ഈ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലും ഇത്തിരി കുറഞ്ഞ പക്ഷം അവരെന്താക്കുന്നത് ചെറിയൊരു വിഷമം അദ്ദേഹത്തിനുണ്ട്. അവർക്കുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അച്ഛൻ ഈ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ഈ ഒരു മൊമെൻറ്റിൽ അവരുടെ കൂടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അച്ഛനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു നോബൽ പ്രൈസിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് സന്തോഷമുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സെൽമ ലാഗ്ലോഫ് ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഉറക്കിൽ കാണുന്ന ഒരു ഡേ ഡ്രീമിലാണ് ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു പേര് പോലെ തന്നെ ആ ഒരു നന്ദി പറച്ചിലാണ്. ധാരാളം ആൾക്കാരോട് അവർക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാകും. അവർ ആക്ച്വലി സ്വർഗത്തിൽ പോയിട്ട്, സ്വപ്നത്തിലാണ്, സ്വർഗത്തിൽ പോയിട്ട് തൻ്റെ അച്ഛനെ കണ്ടുമുട്ടുന്നു. അച്ഛനോട് അതിയായ നന്ദി പറയുന്നു. ആ സ്നേഹം അതുപോലെ തന്നെ നമ്മുടെ സെൽമ ലാഗ്ലോഫിന് ഈ ഒരു മേഖലയിൽ ഇത്ര ലെവലിൽ തിളങ്ങാൻ പറ്റിയിട്ടുള്ളത് അച്ഛൻ്റെ ആ ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഒരു കഥകളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അച്ഛന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നന്ദി പറയുന്നു. മാത്രമല്ല നമ്മുടെ നെറേറ്റർ പറയുന്നുണ്ട്, അച്ഛനോട് മാത്രമല്ല അവർക്ക് കടപ്പാടുള്ളത്, മറ്റു ധാരാളം ആൾക്കാരോടുമുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്ത, അവരെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. എസ്പെഷ്യലി തൻ്റെ റീഡേഴ്സിനെ പറയുന്നുണ്ട്. ഇത്രയും ആയിട്ടുള്ള റീഡേഴ്സ് ഇവരൊന്നും ഈ ഒരു അവരുടെ ആ ഒരു ബുക്കുകൾ വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അവരുടെ കൃതികൾ വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ലെവലിലേക്ക് അവർക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല പ്രകൃതി അവർക്ക് മുന്നിൽ ഇത്രയും മനോഹരമായിട്ട് നിന്നിട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ രചനകൾ മുന്നോട്ട് വരില്ലായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ട് ധാരാളം നന്ദി പറച്ചിലുകളാണ് ഈ ഒരു ചാപ്റ്ററിലുടനീളം നമ്മൾ കാണുന്നത്. അവസാനം തൻ്റെ അച്ഛൻ്റെ ഉപദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ എല്ലാവരോടും നന്ദി പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നന്ദിയെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. ഈ ഒരു മൊമെൻറ്റ് നീ ആഘോഷിക്കണം, അല്ലെങ്കിൽ നീ എന്താക്കണം, ഹാപ്പി ആയിരിക്കണം. നീ ഈ ഒരു കിട്ടിയിട്ടുള്ള നോബൽ പ്രൈസിൽ നീ വളരെയധികം സന്തോഷിക്കണം, എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അവസാനം അവർ തൻ്റെ സ്വീഡിഷ് അക്കാഡമിക്കും നന്ദി പറയുന്നുണ്ട്. അങ്ങനെ ആ അക്കാഡമിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വരുന്ന ഓണം എക്സാമിന് ഷുവറായിട്ടും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുമായിട്ട് നിഞ്ച ബാച്ച് ഇവിടെ സെറ്റാണ്. എല്ലാവരെയും ഞാൻ നിഞ്ച ബാച്ചിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് അടിപൊളിയായിട്ട് ഓണം എക്സാം എഴുതാം, ഫുൾ A+ നേടാം.